മഹാന്മാരോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ശൈലിയും മൗലൈമാരുടെ ശൈലിയാണ്. മൗലൈമാരാ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഞങ്ങൾ മഹത്തുക്കളോട് തേടുന്നതിന് പ്രാർത്ഥന എന്ന് പറയാറേ ഇല്ല. ഇയാളൊന്ന് പറഞ്ഞതാണ്, മഹാന്മാരോട് ചോദിക്കുന്നതിന്, സഹായം തേടുന്നതിന് ഞങ്ങൾ പ്രാർത്ഥന എന്ന് പറയാറില്ല. അത് മൗലൈമാരുടെ ഭാഷയാണ്. ഇത് മൗലൈമാരുടെ സ്ഥിരം ഭാഷയാണ് പ്രാർത്ഥന. ഞങ്ങളാരും അള്ളാനോടല്ലാതെ ചോദിക്കുമ്പോൾ പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല. അത് നിങ്ങളെ ശൈലിയാണ്. നിങ്ങളാണ് ഏത് സഹായത്തേറ്റത്തിനും പ്രാർത്ഥന എന്ന് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ആൾക്കാരല്ലേ നിങ്ങൾ. നമുക്ക് ഇങ്ങോട്ട് വെക്കുക. നമ്മൾ അങ്ങനെ പറയലുണ്ടോ? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പ്രാർത്ഥിച്ചു, നമ്മൾ ആ പറയുന്നവരല്ല. നിങ്ങൾ മനസ്സിലാക്കണം, വെറുതെ തെറ്റിദ്ധരിപ്പിക്കാം. എന്നിട്ട് മൂപ്പര് പറയണേ, ഞങ്ങൾ അള്ളാനോട് പ്രാർത്ഥിക്കണേനും അള്ളാനോട് ചോദിക്കുന്നതിന് മാത്രമേ ഞങ്ങൾ എന്ത് പറയാറുള്ളൂ, പ്രാർത്ഥന എന്ന് പറയാറുള്ളൂ. അല്ലാത്ത നിലക്കുള്ളതൊക്കെ ഞങ്ങൾ വെറും സഹായാർത്ഥന, സഹായം തേട്ടം എന്നേ ഞങ്ങൾ പറയാറുള്ളൂ. മറ്റത് മൗലൈമാരുടെ ഭാഷയാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ, മൗലൈമാരുടെ ഭാഷയാണ് ഇത്രയെന്ത്, അല്ലാത്തവരോട് ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയൽ. ഇവര് പിന്നെ എന്തേ ചെയ്യാറുള്ളൂ അത്രേ, അള്ളാനോട് ചോദിക്കുന്നതിനെ കുറിച്ച് മാത്രമേ എന്ത് പറയുള്ളൂ, പ്രാർത്ഥന എന്ന് പറയാറുള്ളൂ. മഹാന്മാരോട് ചോദിക്കുന്നതിന് അങ്ങനെ ഒരു പറയാറേ ഇല്ല എന്ന് പേരോട് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ആരാണിങ്ങനെ മഹാത്മാക്കളോട് പറയുന്നതിനും പ്രാർത്ഥന എന്ന് ഇവര് തന്നെ അർത്ഥം വെച്ചിട്ടുണ്ടോ, ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. ശ്രദ്ധിച്ചോളൂ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന്. സഹായം തേടുന്നതിന് മൗലവിമാര് പറയുന്ന ഭാഷ പ്രാർത്ഥിക്കാണ്. നമ്മള് അള്ളാനോട് പറയുന്നതിന് പ്രാർത്ഥിക്കാന്ന് പറയൂ, സൃഷ്ടികളോട് പറയുന്നതിന് സഹായം തേടുക, അപേക്ഷിക്കാന്നൊക്കെ പറയാം. ഇവരെല്ലാത്തിനും പറയാ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ മൗലവിമാര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിറ്റിന് പ്രാർത്ഥിച്ചു, മന്ത്രിയോട് പ്രാർത്ഥിച്ചു, ഒരു റോഡ് വേണമെന്ന് പ്രാർത്ഥിച്ചു. മൗലവിമാരുടെ ഭാഷയാണ്. ആ കളവ് അന്ന് ഞാൻ പിടികൂടി. അന്ന് ഞാൻ പറഞ്ഞു, ഇതാ വെറുതെ മുസ്ലിയാരെ കള്ളം പറയണ്ട, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഓരോന്നോരോന്ന് എണ്ണി കേൾപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാ ഇന്ന പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ മഹത്തുക്കളോട് ചോദിക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥന എന്നാണ് പറഞ്ഞത്. മുസ്ലിയാരും മിണ്ടിയില്ല. ഞങ്ങൾ അള്ളാനോട് പറയുന്നതിന് മാത്രമേ പ്രാർത്ഥന എന്ന് പറയുള്ളൂ. വേറെ ഒരു സൃഷ്ടിയോടൊരു കാര്യം പറയുന്നതിന് ഞങ്ങൾ എന്ത് പറയാറില്ല, പ്രാർത്ഥന എന്ന് പറയാറില്ല എന്ന് പേരോട് ഇവിടെ വെച്ച് ഗതികേട് കൊണ്ട് പറഞ്ഞതാണ്. എന്നാ സത്യം നിങ്ങൾക്ക് അറിയണോ? ഈ കാണുന്ന മാസിക ഏതാ? സുന്നത്ത് മാസിക. ഏത് ഗ്രൂപ്പിന്റെ മാസികയാണ്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഗ്രൂപ്പിന്റെ മാസികയാണ്. ആ മാസികയിൽ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായാർത്ഥനയെ തന്നെ പ്രാർത്ഥിച്ചു എന്ന് പരിചയപ്പെടുത്തുന്നത് കേൾപ്പിക്കട്ടെ. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. അതിന്റെ അർത്ഥം കൊടുത്തത് കേട്ടോളൂ. സയ്യിദന്മാരുടെ നേതാവായ നബിയേ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഹ്ദൂമിദ അങ്ങയുടെ സമീപമെത്തിയിരിക്കുന്നു. എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ, അഭയം നൽകണേ, ദുഃഖിതനാക്കി മടക്കരുതേ. മങ്കൂസ് മൗലിദിലെ വരിക്ക് അർത്ഥം കൊടുത്തതാ. ഇനി കേട്ടോളൂ കേട്ടോ. അള്ളാനോട് പറയുന്നതിന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥന ഉപയോഗിക്കാറുള്ളൂ. സൃഷ്ടികളോട് പറയുന്നതിന് പ്രാർത്ഥന എന്ന് ഉപയോഗിക്കുന്ന ശൈലി മൗലവിമാരുടേതാണ്. ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല എന്നാണ് പേരോടിന്റെ വാദം. കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് തേടുന്ന ഈ സഹായത്തേട്ടത്തിന് പേരോടിന്റെ ഗ്രൂപ്പുകാരിറക്കിയ മാസികയിൽ തന്നെ കൊടുത്ത വിശദീകരണം കേട്ടോളൂ. വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കഅബയുടെ സമീപത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലിദ് വരികൾ. ശ്രദ്ധിച്ചോ നിങ്ങൾ? വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം കഅബയുടെ സമീപത്തെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലിദ് വരികൾ. പ്രവാചകന്മാരെയും പൂർവീക മഹത്തുക്കളെയും പാടി പുകഴ്ത്തി അവരുടെ ചരിതങ്ങൾ അയവിറക്കി പ്രാർത്ഥിക്കാമെന്ന് പിൻഗാമികളെ പഠിപ്പിക്കുക കൂടിയാണ് മഖ്ദൂം തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും മഹത്വങ്ങളും ശ്രേഷ്ഠതയും പ്രതിപാദിക്കുന്ന മാലമൗലിദുകൾ പാരായണം ചെയ്യലും
മൗലീദ് സദസ്സുകൾ സംഘടിപ്പിക്കലും അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും. ശ്രദ്ധിച്ചോളൂ, അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും. പ്രാർത്ഥന എന്നത് മൗലവിമാരുടെ ഭാഷയാണ്, ഞങ്ങളെ ഭാഷയല്ലെന്ന് പറഞ്ഞില്ലേ. അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും ബിദ്അത്തല്ല എന്നും ഇസ്ലാമിക നിയമവ്യവസ്ഥകളിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് മൗലിദ് പാരായണമെന്നും ഇതിനാൽ വ്യക്തമായി. നിങ്ങൾ കേട്ടില്ലേ ഇപ്പൊ എന്താ ഇയാൾ പറഞ്ഞത്? സമ്മതിക്കേണ്ടി വരികയാണ്. ഇയാൾ ഈ മാസികയും വായിക്കില്ലാന്നാ എനിക്ക് തോന്നുന്നത്. ഇവരുടെ മാസികയും വായിക്കാറില്ല, ഇവരുടെ ബുക്കുകളും വായിക്കാറില്ല. അവനവൻ പണ്ടെന്തോ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതങ്ങനെ പലതും തിരിച്ചും മറിച്ചും അങ്ങനെ പറയുന്നു എന്നതല്ലാതെ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെ പറയാമായിരുന്നു. മുസ്ലിയാരിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല, മിണ്ടണം നിങ്ങൾ അടുത്ത പ്രസംഗത്തില്. ഇനിയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കൊട്ടപ്പുറം സംവാദം എന്നൊരു പുസ്തകത്തിൽ നമുക്ക് കാണാം. കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ച് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് ധാരാളം ആയത്തുകൾ ഞാൻ ഓതിയെന്ന് അഭിമാനപൂർവ്വം കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ വെച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതായി അവർ തന്നെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിയാരിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല, മിണ്ടണം നിങ്ങൾ അടുത്ത പ്രസംഗത്തില്. മാത്രമല്ല പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ഒരു ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, മുഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിത്യാദി മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്ന് ചോദിച്ചപ്പോ പൊന്മള കൊടുത്ത മറുപടി അനുവദനീയമാണ്, അതിന് പ്രമാണങ്ങളിൽ തെളിവുണ്ടെന്നാ പറഞ്ഞത്. മുസ്ലിയാരിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല, മിണ്ടണം നിങ്ങൾ അടുത്ത പ്രസംഗത്തില്. നിങ്ങൾ അതിനെ സംബന്ധിച്ച് കൃത്യമായി മിണ്ടണം. ഇനിയും കേട്ടോ, നുസറത്തുല്ലനാം എന്ന് പറയുന്ന സംസ്ഥാനക്കാരുടെ മാസികയിലും ഖബറാളികളോട് ഖബറിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കലും എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അവർക്കും അതിൽ തർക്കമില്ല. മുസ്ലിയാരിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല, മിണ്ടണം നിങ്ങൾ അടുത്ത പ്രസംഗത്തില്. നിങ്ങൾ അതിനെ സംബന്ധിച്ച് കൃത്യമായി മിണ്ടണം. സുന്നി വോയിസിൽ തന്നെയും മുമ്പൊരിക്കൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ഒരാൾ കടലിൽ വെച്ച് പ്രയാസമുണ്ടായപ്പോ മമ്പുറത്തെ തങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഞാൻ തങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് അവിടെയും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കെന്താ പ്രാർത്ഥന എന്ന് പറയാൻ ഒരു പേടിയുള്ളത് പോലെ ഇങ്ങനെ ആശയങ്ങളെ പക്വമായ രീതിയിലല്ലാതെ നിങ്ങളിപ്പോ പലതും സമീപിക്കുന്നുവല്ലേ? ഇവിടെ വെച്ച് നിങ്ങൾക്ക് പലതും മാറ്റി പറയേണ്ടി വരുന്നുവല്ലേ? വെറുതെയാണോ ബുൽബുലിൽ ഒരിക്കൽ എഴുതിയത്? ഈ പരിപാടി ഇങ്ങനെ തുടരുമ്പോ കിട്ടുന്നതൊക്കെ വഹാബികൾക്ക് നേട്ടമാണ്, അടിസ്ഥാനവർഗമായ നമുക്കാകട്ടെ ഓരോന്നോരോന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ നാദാപുരത്തുകാർ എഴുതി ബുൽബുൽ മാസികയിൽ. ഞാനൊന്ന് വായിച്ചിരുന്നു. ഇവിടെ വെച്ച് നിങ്ങൾക്ക് പലതും മാറ്റി പറയേണ്ടി വരുന്നുവല്ലേ? നിങ്ങളുടെ ഈ കാര്യം കണ്ടിട്ട് മനസ്സ് വല്ലാതെ വിഷമിച്ചിട്ട് അതാ ഈ പ്രദേശത്തുകാർക്കൊക്കെ പരിചയമുള്ള ഒരു പ്രത്യേകമായ മാസികയല്ലേ ബുൽബുൽ. ഇത് സംസ്ഥാനക്കാരുടെ മാസികയാണ്. സംസ്ഥാനക്കാരുടെ മാസികയിലതാ ഇതിന്റെ മുഖലേഖനത്തിൽ തന്നെ എഴുതുന്നു, ഇവരുടെ പ്രസംഗങ്ങളെ കുറിച്ച് അവർക്കുള്ള അഭിപ്രായമാ പറയുന്നത്. ഐക്യമുന്നണിയെ ഞങ്ങൾ ഐക്യം തകർത്ത് ഇവിടെ പ്രസംഗിച്ചിട്ട് എന്നല്ലേ പേരോട് പറഞ്ഞത്. സലഫി ഇവിടെ വന്നിട്ട് ഞങ്ങളെ തമ്മിൽ അടിക്കാൻ നോക്കുകയാണ്, ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാ മൗലവി ആ വ്യാമോഹം നടപ്പില്ല കേട്ടോ, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് കേട്ടോ. ആ ഒറ്റക്കെട്ടിന്റെ കോലമെന്ന് കേൾക്കാനായി കേൾപ്പിക്കുന്നത് നിങ്ങളുടെ പ്രസംഗം, നിങ്ങളെ പോലെയുള്ളവരുടെ പ്രസംഗത്തെയും പറ്റി നാദാപുരത്തുള്ള ചിന്തിക്കുന്ന ആളുകളുടെ അഭിപ്രായം കേട്ടോളൂ. എന്താ കേട്ടോളൂ അവരെഴുതുന്നത്? പ്രസംഗത്തിന്റെയും ഖണ്ഡനത്തിന്റെയും ശൈലി പോലെ തന്നെ പ്രധാനമാണ് സമർത്ഥനത്തിന്റെ രീതികളും. അഹ്ലുസുന്നത്തിന്റെ മഹാരഥന്മാരായ ഇമാമുകൾ വരച്ചു വച്ചിട്ടുള്ള ശൈലിയിൽ തന്നെ സമർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് സുന്നികൾക്ക് നഷ്ടമാണ്. സ്വന്തമായ വിധികൾ കണ്ടെത്തുന്നതും പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും തൽക്കാലം ഭരിച്ചാൽ പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതുകൊണ്ട് കോട്ടമാണുണ്ടാവുക. നമ്മുടെ പ്രസംഗത്തിനെതിരെ വീണ്ടും വീണ്ടും വഹാബി ഖണ്ഡനങ്ങൾ നടക്കാൻ അവസരമൊരുക്കുന്നത് ഈ വഴിവിട്ട സമർത്ഥന രീതിയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും അത് മൗലവി വേറെ ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതാവില്ലേ, അത് ഞാൻ പറയാം എന്നെ പറ്റിയാണ് ആരാ പറഞ്ഞത് എന്ന് കേൾക്കണോ? എന്നാ പിന്നെ അടുത്തവര് ശ്രദ്ധിച്ചോ, കൃത്യമായി നോട്ട് ചെയ്തോ. നിങ്ങളാ എഴുതുന്നത് ശ്രദ്ധിച്ചോ. എന്താ പറയുന്നത്? ഇത് ശ്രദ്ധിച്ചോ. ആലിമുകളുടെ പറുദീസയായ നാദാപുരത്ത് പോലും ശ്രദ്ധിച്ചില്ലേ?
ആലിമുകളുടെ പറുദീസയായ നാദാപുരത്ത് പോലും തിരിച്ചും മറിച്ചും ഖണ്ഡനത്തിന് വരാൻ വഹാബികൾക്ക് അവസരമുണ്ടാക്കുന്നത് സുന്നിയുടെ പേരിലുള്ള ചിലരുടെ ദിവസങ്ങൾ നീണ്ട പരിപാടികളാണ്. വിഷയത്തിൽ നിന്ന് തെന്നി മാറി വ്യക്തിപരമായ ആക്ഷേപത്തിലേക്കും സംഘടനാപരമായ തീരുമാനങ്ങളിലേക്കും പ്രസംഗം വഴിതെറ്റുമ്പോൾ മറുപക്ഷം അതെല്ലാം മുതലെടുക്കുകയാണ്. നിങ്ങളിങ്ങനെ വഴിവിട്ട് സംസാരിച്ചിട്ടല്ലേ മൗലൈമാരിവിടെ അങ്ങനെ പിന്നെയും വരുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ പാത വിട്ട് പക്വതയില്ലാതെ നിങ്ങൾ സംസാരിച്ചിട്ടല്ലേ? പ്രമാണങ്ങളെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടല്ലേ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. മാത്രമല്ല പിന്നെയും പറയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഈ പരിപാടി ഇങ്ങനെ തുടർന്നാൽ പല രൂപത്തിലുള്ള പല നഷ്ടവും നമുക്കുണ്ട്. സാമ്പത്തികമായും ആരോഗ്യപരമായുള്ള നഷ്ടം മാത്രമല്ല, ആളുകൾ വിചാരിക്കും ഇവരെടുത്തും തെളിവുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു, എന്താ പറയുന്നത്? ഇവിടെ അവർക്ക് കിട്ടുന്നത് എന്തും നേട്ടമാണ്, അടിസ്ഥാന വർഗമായ നമുക്ക് നഷ്ടവും. അതാപ്പ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? നാദാപുരത്ത് ഹുസൈൻ സലഫി അല്ല ആര് തൗഹീദ് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാതെ ഞങ്ങൾക്ക് കിട്ടാനേ ഉള്ളൂ. നമ്മളെ പ്രസംഗം കേട്ടുവിടുന്ന ഒരാളും അങ്ങോട്ട് വരൂല. ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ തൗഹീദിന്റെ ആ വെള്ളി ആ യഥാർത്ഥമായ പ്രകാശധാരയിലേക്ക് ആളുകൾ ഇങ്ങനെ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവുമ്പോൾ അങ്ങനെ ഒഴുകി ഒഴുകി വരും. നിങ്ങൾക്കോ നഷ്ടവും. ആ നഷ്ടത്തിന്റെ ബേജാറിലാണ് ഈ പ്രമാണങ്ങളെയൊക്കെ ദുർവ്യാഖ്യാനിക്കേണ്ട ഗതികേട് പേരോടക്കമുള്ളവർക്ക് വേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഈ പ്രദേശത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ട് തന്നെ ബുൽബുൽ മാസികയിലെ മുഖലേഖനത്തിൽ സുന്നികൾ എഴുതിയ അഭിപ്രായമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മാത്രല്ല ഇവർക്കെന്താ